ദൈവമക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിന്നെ ഒരു പ്രവാചക ഗണത്തിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ലക്ഷണമാണ് നിനക്കുണ്ടായിട്ടുള്ള ഈ പീഡനങ്ങളെല്ലാം. നിന്നെ ദൈവം ഇതാ കന്യകമറിയാമിനെ പോലെ പ്രവാചക ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷണമാണ്. ഒരുപക്ഷെ ഒരു പുരോഹിതനായിരിക്കാം, ഒരു കന്യാസ്ത്രീ ആയിരിക്കാം, ഒരു കുടുംബസ്ഥയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുന്നവനായിരിക്കാം, ഒരു ദേവാലയത്തിൽ വിശ്വസ്തയോടെ കൈക്കാരനായിരിക്കുന്നവനായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കാം, വിശ്വസ്തയോടെ സത്യസന്ധമായി അഴിമതിയില്ലാതെ നിൽക്കുന്നൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരിക്കാം, അതല്ലെങ്കിൽ സത്യസന്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം. നീ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നീ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നു. നീ തളർന്നവനാണോ? ഇതാ ഈ ക്രിസ്മസ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്മസാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക സ്വരം നീ ദൈവകരങ്ങൾ തിരിച്ചറിയുക. കന്യകമറിയാമിനോട് പറഞ്ഞ ആ അഭിവാദന സ്വരം, മാലാഖ പറഞ്ഞ അഭിവാദന സ്വരം ഇതാ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എൻ്റെ ചെവിയിൽ ഇതാ ഗബ്രിയേൽ ദൂതൻ മുഴക്കുന്നു. ആ സ്വരം കേൾക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഈ ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ആയിരിക്കട്ടെ. പ്രവാചക സ്വരം ഏറ്റുവാങ്ങുകയും പ്രവാചക സ്വരം മുഴക്കുകയും ചെയ്യുന്ന ക്രിസ്മസായി തീരാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാവിധ ക്രിസ്മസ് ആശംസകളും പ്രത്യേകമായി നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.